നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ. പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ആരോപണം ചുമത്തി ഷെർഷദ് നൽകിയ പോളിറ്റ് ബ്യൂറോയിലെ ഷെർഷദ് നൽകിയ പരാതി രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന അദ്ദേഹം ഒരു വ്യവസായി മാത്രമല്ല, CPM UK-ലെ ഒരു UK ഘടകം ഭാരവാഹി കൂടിയാണ്. അപ്പോൾ രാജേഷ് കൃഷ്ണയ്ക്ക് എതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു വിമർശനങ്ങളും വിവാദത്തിലേക്കൊക്കെയാണ് പോയിരിക്കുന്നത്. ഇതിൽ ചെന്ന് പെട്ടു നിൽക്കുന്നത് ഇപ്പോൾ തോമസ് ഐസക്കും ഗോവിന്ദൻ മാഷുമാണ്. അപ്പോൾ പാർട്ടിയിൽ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും ഇവർ രണ്ടുപേരും നേരിടേണ്ടി വരുന്നത്? രഞ്ജിനി, അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു സിനിമയുടെ തിരക്കഥ പോലെ ഒരുപാട് കഥകൾ ചേർന്ന അതിസങ്കീർണമായിട്ടുള്ളൊരു കാര്യത്തിൻ്റെ മഞ്ഞിൻ്റെ ഉപരിതലമെന്ന് പറയുന്ന ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നാം എന്തെല്ലാം അറിയാനിരിക്കുന്നു. കിട്ടിയ വിവരം വെച്ചിട്ട് ഈ പാർട്ടി ശുദ്ധീകരിച്ച് വിശുദ്ധ രൂപമാർജിച്ചു എന്ന് അതിൻ്റെ ഭാരവാഹികൾ തന്നെ അവകാശപ്പെടുന്ന ഒരു പാർട്ടി. അങ്ങ് ശുചിത്വ സ്വാഗരമെന്ന് പറയുന്ന കൊല്ലത്തെ കടൽ തീരത്ത് നിന്ന് പ്ലാസ്റ്റിക് എല്ലാം മാറ്റാനുള്ള പദ്ധതിയിൽ വരെ എത്തി നിന്ന പാർട്ടി ഈ ശുചിത്വ സ്വാഗരം വരെ, തൃണമൂൽ തലം മുതൽ ശുചിത്വ സ്വാഗരം വരെ ആകപ്പാടെ ഹവാലപ്പണത്തിലും അവിശുദ്ധ പണത്തിലും അഭിഷേകം ചെയ്ത പദ്ധതികളായിരുന്നു. വൻ തരത്തിലുള്ള സ്വാധീനങ്ങൾ, വൻ ഹവാല, കുഴൽപ്പണം, ഇല്ലാത്ത അഴിമതികളൊന്നുമില്ലാത്ത ഇടപാടുകളാണ് ഇതിനു പിന്നിൽ നടന്നിരുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ അവരുടെ തന്നെ പാർട്ടിക്കാരായ രണ്ടുപേരാണ് മുഹമ്മദ് ഷെർഷദ് നൽകിയ പരാതിയിൽ കൊടുത്തിരിക്കുന്നത്. രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ പണ്ട് VK മാധവൻകുട്ടി എങ്ങനെയായിരുന്നു ഡൽഹിയിൽ, എത്രയധികം സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നു, അതിനേക്കാൾ സ്വാധീനം ലണ്ടനിൽ VK മാധവൻകുട്ടിക്ക് സ്വാധീനമുണ്ടായിരുന്നത് ഡൽഹിയിലാണ്. പക്ഷേ അദ്ദേഹത്തിന് ലണ്ടനിൽ ഒരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല. ലണ്ടനിൽ മുതൽ ഇങ്ങ് കേരളം വരെ തോമസ് ഐസക്കിൻ്റെ മേൽ വരെ പ്രഭാവമുള്ള അതിശക്തനായിട്ടുള്ള ഒരു CPM കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഹവാല ഇടപാടുകളുമായിട്ട് മാത്രമല്ല, വൻ വ്യവസായികളും വൻ രാഷ്ട്രീയക്കാരും ഒക്കെയായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ ഒരു പവർ ബ്രോക്കർമാരെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ആണയിട്ടുകൊണ്ടാണ് രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ അച്ഛൻ അധികാരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതും മുഖ്യമന്ത്രിയെ പിടിയുണ്ട്, മറ്റു പിടിയുണ്ട് എന്നൊക്കെ പറയുന്ന ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെയുള്ള ഒരു പിടിപാടിനും നിങ്ങൾ ഇട കൊടുക്കരുത്. അങ്ങനെയുള്ളവർ എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണം നടത്തിയത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഈ ആൾ പാർട്ടിയുടെ എല്ലാവിധ കാര്യങ്ങളും നിർവഹിച്ചു കൊടുത്തിരുന്ന ഒരു വലിയ വമ്പൻ ട്രംപൻ പവർ ബ്രോക്കറായിരുന്നു എന്നുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. എങ്ങനെയെന്നുള്ളതിൻ്റെ പൂർണ്ണ ഉത്തരവ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ വന്നത് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇതേ സംബന്ധിച്ച് മുഹമ്മദ് ഷെർഷദ് എന്ന് പറയുന്ന ആൾ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്തിൽ നിന്ന് ലഭിക്കുന്ന അതിൻ്റെ ഉപദംശങ്ങളും വെച്ചുകൊണ്ടാണ്. അതായത് കത്ത് മാത്രമല്ല, കത്തിനോടൊപ്പം അദ്ദേഹം മറ്റൊരു വെളിപ്പെടുത്തലും കൂടി നടത്തിയിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് അത്ഭുതമുണ്ടാകുന്നത്. പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു രേഖ, അത് പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. ആ പ്രധാനപ്പെട്ട രേഖയിലാണ് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആളിൻ്റെ വിവരങ്ങളെല്ലാം വെളിവാകുന്നത്. ഈ മുഹമ്മദ് ഷെർഷദ് എന്ന ഹതഭാഗ്യവാൻ ഈ പരാതി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും അറിയുകയില്ലായിരുന്നു. എന്തുകൊണ്ട് മുഹമ്മദ് ഷെർഷദ് എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹം ചെന്നൈ വ്യവസായിയാണ്, ലണ്ടനല്ല, ആ വ്യവസായി പരാതി കൊടുത്തതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദീനയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധം തകർന്നു. എങ്ങനെ തകർന്നു? അത് പല കാര്യങ്ങളുമുണ്ട്, അതിലേക്കൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. വ്യക്തിപരവും ഇന്നലെ അവർ തന്നെ നേരിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊന്നുമില്ല, എനിക്ക് ഗോവിന്ദൻ മാഷയോ അല്ലെങ്കിൽ മകനെയോ ഒന്നും നേരിട്ടറിയില്ല എന്നുള്ള തരത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഭാര്യ തന്നെ വരുന്നുണ്ട്.
പക്ഷേ ഇവിടെ കത്തിൽ പറയുന്ന കാര്യം മാത്രം വെച്ചാണ് നമുക്കറിയില്ല. ഇവരെയൊന്നും നമുക്ക് നേരത്തെ അറിയില്ല. ഒരു മാധ്യമപ്രവർത്തകനും നേരത്തെ അറിയുമോ എന്ന് എനിക്ക് സംശയമാണ്. പക്ഷേ രാജേഷ് കൃഷ്ണയെ പല മാധ്യമപ്രവർത്തകർക്കും അറിയാവുന്ന ഒരു ലോബിയിസ്റ്റ് അല്ലെങ്കിൽ പവർ ബ്രോക്കർ തന്നെയായിരുന്നു. വളരെ കഴിവുള്ള ആളാണ്. അതെ, നിർമ്മിച്ചിട്ടുള്ള ആൾ, വളരെ സ്വാധീനമുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാൾ. എന്ത് കാര്യം സാധിക്കണമെങ്കിൽ അതിൻ്റെ ഒറ്റമൂലി എന്ന് പറയുന്നത് രാജേഷ് കൃഷ്ണയാണ് എന്നാണ് പാർട്ടിക്കാർ ഉന്നതങ്ങളിലുള്ളവർ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അസ്മാദികൾ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. പാർട്ടിക്കുള്ളിൽ പല രഹസ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഐഡിയോളജിക്കലായിട്ടുള്ള രഹസ്യങ്ങളല്ല. ഇത് പരസ്യമായിട്ടുള്ള മോഡിയുടെ ക്രോണി ക്യാപിറ്റലിസം, ചങ്ങാതി മുതലാളിത്തമെന്ന് പറയുന്നത് നിരന്തരം വിമർശിക്കുന്ന ഇവർക്ക് തന്നെ അങ്ങനെ ചങ്ങാതികളായിരുന്നു കോർപ്പറേറ്റുകൾ എന്നതിൻ്റെയും, അതുപോലെ സിനിമ എന്ന് പറയുന്ന കറുത്ത ലോകത്തിൽ ഇവരും കൈകടത്തിയിരുന്നു എന്നതിൻ്റെയും തെളിവുകൾ പുറത്തു വരികയാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അമ്മയുടെ സംഘടനയിൽപ്പെട്ട സ്ത്രീകൾ നൽകിയ പരാതികളിന്മേൽ അവർ തന്നെ മൊഴിയെടുക്കണമെന്നൊരു നിർബന്ധം പിടിച്ചുകൊണ്ട് ആ കേസുകൾ നിർവീര്യമാക്കിയത് കേരള സർക്കാർ എന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലണ്ടനിൽ കേരളം വലിയ അഭിമാനപൂർവ്വം അവകാശപ്പെട്ടിരുന്ന, കേരള ഗവൺമെൻറ് വളരെ അഭിമാനപൂർവ്വം അവകാശപ്പെട്ടിരുന്ന മസാല ബോണ്ടിൻ്റെ വിജയത്തിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്നതും പവർ ബ്രോക്കറായിട്ടുള്ള രാജേഷ് കൃഷ്ണയാണെന്ന് പുറത്തു വന്നിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞു വന്ന കാര്യം, അധീനയുമായിട്ടുള്ള ബന്ധം ശിഥിലമാവാൻ കാരണം അധീന എന്ന് പറയുന്ന സ്ത്രീ ഇത് കത്ത് പ്രകാരമാണ്, നമ്മുടെ തെളിവുകളല്ല, രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഈ പവർ ബ്രോക്കറുമായി കൂടുതൽ അടുക്കുകയും, അതായത് മുഹമ്മദ് ഷർഷാദ് എന്ന വൻ വ്യവസായിക്ക് നടത്താൻ കഴിയാത്ത കാര്യങ്ങൾ പോലും രാജേഷ് കൃഷ്ണയ്ക്ക് കാര്യം സാധിക്കാൻ കഴിയുമെന്ന് പറയും തോറും അവർ രാജേഷ് കൃഷ്ണയുമായിട്ട് കൂടുതൽ അടുക്കുകയും ആ ബന്ധം ഇല്ലാതാവുകയും ചെയ്തു. ആ വേദനയിൽ നിന്നുളവായ കത്താണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തത്. ആ പോളിറ്റ് ബ്യൂറോ ആണ് ഈ സാധനം പോളിറ്റ് ബ്യൂറോയിൽ നിന്നത് ചോർന്നിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ എം എ ബേബിയാണ്. എം എ ബേബി ഒരക്ഷരം വേണ്ടുന്നില്ല. അദ്ദേഹം ജനറൽ CPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് എം എ ബേബിക്ക് നാവ് ഇറങ്ങിപ്പോയി. തൃശ്ശൂരിൽ കള്ളവോട്ടുണ്ടെന്ന് യാതൊരു തെളിവുമില്ലാതെ നാണമില്ലാതെ പറഞ്ഞ എം എ ബേബി ഇപ്പം മൗനം വിദ്വാന് ഭൂഷണം എന്നുള്ള മട്ടിൽ മിണ്ടാതിരിക്കുക. അതുപോലെ തന്നെയാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞ അശോക് ധാവ്ളെ. അശോക് ധാവ്ളെയുടെ കയ്യിലാണ് മുഹമ്മദ് ഷർഷാദ് പരാതി കൊടുത്തത്. ആ പരാതിയാണ് ഇപ്പോൾ കോടതിയിൽ രാജേഷ് കൃഷ്ണ സമർപ്പിച്ചിരിക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡാണിത്. അതെങ്ങനെ സംഭവിച്ചു? പോളിറ്റ് ബ്യൂറോയുടെ ഇരുമ്പ് മറ ഭേദിച്ചുകൊണ്ട് ഇത് ചോർത്തിക്കൊടുത്തത് ആരെ? വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമെന്ന് മുഹമ്മദ് ഷർഷാദ് പറയുന്നത്, ഇത് ചോർത്തിക്കൊടുത്തത് MV ഗോവിന്ദൻ്റെ മകനായിട്ടുള്ള ശ്യാംജിത്ത് ലോ ഒക്കെ പഠിച്ചതാണ്. തിരുവനന്തപുരത്ത് വന്നിട്ട് ലോ പഠിച്ച ഒരാളാണ്. ഒരു പാവം പയ്യനാണ്. അദ്ദേഹമാണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്? MV ഗോവിന്ദൻ്റെ ഭാര്യ ഈ രാജേഷ് കൃഷ്ണനുമായിട്ട് മറ്റൊരു തരത്തിലുള്ള ബന്ധമല്ല. ആ ഡൽഹിയൊക്കെ ഒന്ന് കറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എല്ലാ അറേഞ്ച്മെൻറ്റുകളും എല്ലാവരെയും പരിചയപ്പെടുത്തുന്നു. അത്രയേ ഉള്ളൂ. ഒന്ന് ഫോൺ വിളിച്ചപ്പോൾ ഡൽഹിയിൽ മുഴുവൻ അവർക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിനോദസഞ്ചാര പദ്ധതി രാജേഷ് കൃഷ്ണ ലണ്ടനിലിരുന്നു കൊണ്ട് തന്നെ തയ്യാറാക്കി. അതാണ് രാജേഷ് കൃഷ്ണ. അതുപോലെ അധീന എന്ന് പറയുന്ന ആ പേര് അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, വ്യക്തമല്ല, ക്ഷമിക്കണം. പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ആൻസർ അറിയായിരിക്കും. പാട്ടവർ ഹവർ ഇറ്റ് ഈസ്. അധീന എന്ന് പറയുന്ന ആൾക്കും മമ്മൂട്ടിയെ വെച്ചുകൊണ്ടൊരു സിനിമ എടുക്കണമെന്നുള്ള മോഹമുണ്ടായിരുന്നു. കത്തിൽ പറയുന്ന കാര്യങ്ങളാണിത്, ഗോസിപ്പുകളല്ല. ഔദ്യോഗികമായിട്ട് ഹൈക്കോടതിയിൽ കൈമാറപ്പെട്ട ഒരു രേഖയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ വിധി വരുമ്പോഴേ അതിൻ്റെ സത്യം നമുക്കറിയാൻ പറ്റും. അല്ല അധീന പറയുന്നതും ഷർഷാദ് പറയുന്നതും അതുപോലെ രാജേഷ് കൃഷ്ണ പറയുന്നതും നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് അബദ്ധമാണ്. ഏതാണ് ശരിയെന്നും നമ്മൾ അറിയില്ല, നമ്മൾ ഉഴലുകയാണ്. ഈ അധീന എന്ന് പറയുന്ന സ്ത്രീ രാജേഷ് കൃഷ്ണയോട് ആവശ്യപ്പെട്ടത് തനിക്കൊരു സിനിമ എടുക്കണം, അത് മമ്മൂട്ടിയെ വെച്ച് വേണം. അങ്ങനെ മമ്മൂട്ടിക്കും ഇതുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ മമ്മൂട്ടിയുമായിട്ട് സംസാരിച്ചു സിനിമയുടെ ഡേറ്റിനെ കുറിച്ച്. എത്രയോ പേരിങ്ങനെ കാത്തുകെട്ടി കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വെച്ചൊരു സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട്. ആർക്കും കഴിഞ്ഞിട്ടില്ലാത്ത കാര്യം. അതിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, എനിക്കിപ്പോൾ 10-200 കോൾ ഷീറ്റുകൾ ഉണ്ട്, അത് കഴിയുമ്പോൾ ഈ സിനിമ ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ എറണാകുളത്ത് വന്ന് താമസിക്കണം, അങ്ങനെ എറണാകുളവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ എറണാകുളത്ത് വന്ന് താമസം തുടങ്ങി. അപ്പോൾ രാജേഷ് കൃഷ്ണയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് രാജേഷ് കൃഷ്ണയുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുഴു എന്നുള്ള സിനിമയുടെ
ഒരു പ്രധാന പങ്കാളിയായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. എത്രയോ സംവിധായകർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗോൾഡ് മെഡലോടുകൂടി പഠിച്ചിറങ്ങിയ ആൾക്കാർ, അവർക്കൊന്നും മമ്മൂട്ടി ഒരു അവസരം കൊടുക്കാത്തപ്പോൾ ഈ മമ്മൂട്ടി രാജേഷ് കൃഷ്ണയ്ക്ക് അവസരം കൊടുത്തു. അതിൻ്റെ പ്രോഡക്റ്റാണ് പുഴു എന്ന സിനിമ. നമുക്കറിയാം, വർഗീയ വികാരങ്ങൾ, ഹിന്ദു വിരുദ്ധ വികാരങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സിനിമയുടെ നിർമ്മാണത്തിലും അതിൻ്റെ വെളിപ്പെടലിലും റിലീസിലുമാണ് അത് കലാശിച്ചതെന്നും നമുക്കറിയാം. അപ്പോൾ ഇവിടെ പലതും ഹിന്ദു വിരുദ്ധമായിട്ടുള്ള പലതും സംഭവിക്കുന്നുണ്ട്, പാർട്ടി വിരുദ്ധമായിട്ടുള്ള പലതും സംഭവിക്കുന്നുണ്ട്. അതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ല എന്ന് 100% നമുക്ക് പറയാൻ പറ്റില്ല. കോടിയേരി ബാലകൃഷ്ണൻ്റെ കാലത്തും മുഹമ്മദ് ഷെർഷാദ് രാജേഷ് കൃഷ്ണയെക്കുറിച്ച് പരാതി നൽകിയിരുന്നു. അന്ന് ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കത്ത് കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ PB അംഗമായിട്ടുള്ള MV ഗോവിന്ദൻ ഒരു കത്തും ഇതുവരെ നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഡെനിയൽ മോഡിലാണ്. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകനെ പറ്റിയും ഇപ്പോൾ വലിയ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ലണ്ടനിൽ പോയ ബെഡ് ഷെയർ ചെയ്തുകൊണ്ടിരുന്ന പെട്ടെന്നാണ് ഒരു സ്വന്തമായിട്ട് കോടികളുടെ വിലപിടിപ്പുള്ള ഈ പറഞ്ഞിട്ടുള്ള വീട് വാങ്ങുകയും അതുപോലെ പെട്ടെന്നൊരു കയറ്റം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുണ്ടായി എന്ന് ഷെർഷാദ് പറയുന്നുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടായിരിക്കണം, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി ഉന്നതമായ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം നോക്കിക്കോളൂ, ഈ കേസ് തന്നെ അട്ടിമറിച്ച് ഇല്ലാതാക്കാനുള്ള സ്വാധീനമുള്ള ഒരു വൻ സ്രാവാണ്. വൻ സ്രാവുകൾ നമുക്കറിയാവുന്നതുപോലെ വലകൾ ഭേദിച്ചും മുറിച്ചും കൊണ്ട് പുറത്ത് കിടക്കും. അതുപോലെ ശക്തിയുള്ള ഒരാളാണ് തീർച്ചയായിട്ടും. അത് നമുക്കറിയാം. പിണറായി വിജയനെതിരെ എന്തുമാത്രം കേസുകളാണ് വന്നിരിക്കുന്നത്. കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, പിന്നെ ഖുറാൻ കടത്ത്, അതുപോലെ തന്നെ ഈന്തപ്പഴക്കടത്ത്, അതുപോലെ തന്നെ എന്തെല്ലാം വീട് വെച്ച് ഭവന നിർമ്മാണ പദ്ധതിയിലുള്ള കേസ്, അതുപോലെ തന്നെ ശിവശങ്കറിൻ്റെ കാലത്ത് സ്വപ്നയുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകൾ, നാറുന്ന കേസുകൾ ഒക്കെ ഉണ്ടായിട്ടും അറേബ്യയിലെ എല്ലാ സുഗന്ധങ്ങളും കൊണ്ടുവച്ചാലും അതിൻ്റെ നാറ്റം മാറാത്ത തരത്തിലുള്ള നാറുന്ന അഴിമതിക്കള്ളകൾ നിറഞ്ഞിട്ടും അതിൽ നിന്നെല്ലാം എന്തിനറിയാം, ലാവ്ലിൻ കേസിൽ നിന്ന് പോലും പുഷ്പം പോലെ പുറത്തു വന്നത് അദ്ദേഹത്തിന് സാധിച്ചത് ഇതുപോലെയുള്ള അധികാര ദല്ലാൾമാർ അവരുടെ സ്വാധീനം ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നതായിരുന്നില്ലേ? നമ്മളത് പറയുന്നില്ല. ഒരു സംശയം ജനമനസ്സിൽ ഉണ്ടാക്കത്തക്ക രീതിയിലാണ് ഈ വെളിപ്പെടുത്തൽ. ഇത് വെറും വെളിപ്പെടുത്തലല്ല. ഇവിടെ രാജേഷ് കൃഷ്ണ അദ്ദേഹത്തിനെതിരെ ഷെർഷാദ് ഇങ്ങനെ കേസുകൾ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിൻ്റെ പേരിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു അന്യായം ഫയൽ ചെയ്തു. ആ അന്യായത്തിൻ്റെ കൂടെയാണ് ഈ മുഹമ്മദ് ഷെർഷാദ് വളരെ രഹസ്യമായിട്ട് കോൺഫിഡൻഷ്യലായിട്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൈമാറിയ കത്ത് വന്നിരിക്കുന്നത്. ആ കത്തിലെ കാര്യങ്ങളാണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇതിൻ്റെ സത്യം പുറത്തു വരണം. CPM-ൻ്റെ ഈ കൺഗ്ലോമറേറ്റ് എന്ന് പറയും. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ ഇതിപ്പോൾ ഈ ഒരു പരാതി കിട്ടിയിരിക്കുകയാണ്. എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കുന്നത്? ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പെട്ട് പോയിരിക്കുകയാണ്. അതെ, ഡെനിയൽ മോഡിലാണ് അവർ. അശോക് ധാവളയെ കണ്ട് പത്രക്കാർ ചോദിച്ചു. അശോക് ധാവളയുടെ കയ്യിലാണ്, മഹാരാഷ്ട്രയിൽ നിന്നുള്ള നല്ല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് പോലും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് മറച്ചു വയ്ക്കാനുള്ള കള്ളങ്ങളില്ലെങ്കിൽ നിങ്ങൾ മൗനവ്രതം എന്തിനാചരിക്കുന്നു? ഇതാണ് പ്രസക്തമായ ചോദ്യം. MV ഗോവിന്ദൻ മാഷ് പറയുകയാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന്. ഇങ്ങനെ കുറേ ആളുകളെ ഇറക്കിക്കൊണ്ട് അവർ പത്രസമ്മേളനം നടത്തിക്കൊണ്ട് നറേറ്റീവുകൾ ഉണ്ടാക്കും, അതിന് ടൂൾ കുറ്റുകൾ ഉണ്ടാക്കും. ഇതിപ്പോൾ ഷെർഷാദിന്റെ വായ അടപ്പിക്കേണ്ടി വരും അല്ലേ? അല്ലെങ്കിൽ ഒരു പക്ഷെ നിയമ നടപടിയുമായി ഷെർഷാദ് പോവുകയാണെങ്കിൽ, ഇപ്പോൾ രാജേഷ് കൃഷ്ണ ഇപ്പോൾ മാനനഷ്ട കേസിന് വീണ്ടും ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നു എന്നുള്ള തരത്തിൽ. അപ്പോൾ ഷെർഷാദ് പക്ഷേ ആ ഒരു നിയമ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ പോൾ ബ്യൂറോയിൽ നൽകിയ കത്തിന്റെ യാതൊരു ഇതും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, അതിൻ്റെ ഒരു നീതി കിട്ടിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ കേസുമായി മുമ്പോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ പാർട്ടി നാറില്ലേ കൂടുതലും? തീർത്തും കൂട്ടും. ഇനി പറഞ്ഞു തരാം. രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന അവരുടെ ലണ്ടനിലെ പ്രതിനിധിയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. സാധാരണ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ രാജേഷ് കൃഷ്ണയെക്കുറിച്ച് ചോദിച്ച മൗനമാണ്. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് വാർത്തയാക്കണ്ട എന്നാണ് പാർട്ടിയുടെ വലിയ വാചാലനായ വക്താവ് അനിൽകുമാർ പോലും പറയുന്നത്. ഇനി രണ്ട് കാര്യം കൂടെ പറയാൻ രഞ്ജിനി. ഞാൻ രാജേഷ് വലിയൊരു തട്ടിപ്പ് നേരത്തെ UK നടത്തിയിട്ടുണ്ടെന്നും ഈ കത്തിൽ പറയുന്നു. അത് മാത്രമേ ഉള്ളൂ നമുക്ക് സോഴ്സായിട്ട്. കോടതിയിൽ കൊടുത്ത കത്താണല്ലോ, അപ്പോൾ ആധികാരികമായിരിക്കും നമ്മൾ വിശ്വസിക്കുകയാണ്. ഇനി രാജേഷ് കൃഷ്ണ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് എനിക്കറിയാൻ പറ്റും. പക്ഷേ ഞാൻ നേരിടാൻ എനിക്ക് ധൈര്യമുണ്ട്. ആ ധൈര്യം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, UK ശോഭനയുടെ ഒരു പരിപാടി നടത്തിയിട്ട് അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ശോഭനയിലൊക്കെ സ്വാധീനമുള്ള വ്യക്തിയാണ്. നമ്മൾ സമ്മതിക്കണം. നമ്മൾ വിളിച്ചാൽ ശോഭന വരുമോ?
ഇല്ല, അങ്ങനെ വരില്ല. പണപ്പിരിവ് വയനാടിൻ്റെ പേരിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നു. അതിൽ ഏതാണ്ട് 33,000 പൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അത് കൊടുക്കാതിരുന്നിട്ടാണ് കേന്ദ്രം തരുന്നില്ല എന്നുള്ള ഒരു നറേറ്റീവ് പത്രങ്ങളിലൂടെയും മുഖ്യമന്ത്രിയിലൂടെയും പുറത്തു വന്ന സമയത്ത് 33,000 പൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയോ? പണ്ടത്തെ കാലത്ത് 19, അതിലിപ്പം കൂടിയിട്ടുണ്ട്. ഒരു പൗണ്ടിന് 19 രൂപയാണ്. അതിപ്പോൾ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. വളരെ വിലപ്പെട്ട ഒരു നാണയമായിട്ട് മാറിയിട്ടുണ്ട്. അത്രയും 33,000 പിരിച്ചത്. അതുപോലെ തന്നെ പി ശശിക്ക്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള മറ്റൊരു മുഖ്യമന്ത്രിയായിട്ടുള്ള സൂപ്പർ മുഖ്യമന്ത്രിയായിട്ടുള്ള പി ശശിക്ക് കണ്ണൂരിലൊരു ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റിലേക്ക് രാജേഷ് വഴി വന്നിട്ടുണ്ട് ഹവാലപ്പണം എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തൊരു ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ തന്നെ തോമസ് ഐസക് എന്ന് പറയുന്ന നമ്മൾ സത്യസന്ധനെന്ന് കരുതുന്ന മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. രാജേഷ് കൃഷ്ണ പറഞ്ഞപ്പോൾ അദ്ദേഹം ഫെഡറൽ ബാങ്കിനുമായിട്ട് ഇടപെട്ടുകൊണ്ട് ആരുടെയോ ഷർഷാദിൻ്റെ തന്നെയാണ് വമ്പിച്ച വ്യവസായത്തിലുണ്ടായിട്ടുള്ള കടം വീട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ലോണിൻ്റെ കാര്യത്തിൽ ഒരു ഇളവ് അനുവദിക്കണമെന്ന് പറഞ്ഞ് ഫെഡറൽ ബാങ്ക് വരെ അത് കേട്ടു. അപ്പോൾ എത്രമാത്രമാണ് രാജേഷ് കൃഷ്ണയുടെ സ്വാധീന വലയം? അത്രമാത്രം ഒരു പ്രധാനമന്ത്രിക്കോ ഒരു പ്രസിഡൻറ്റിനോ ഉള്ളത്രം പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ MA ബേബിക്ക് പോലുമില്ലാത്ത തരത്തിലുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ പേര് നമ്മളിപ്പോൾ പാവം മുഹമ്മദ് ഷർഷാദ് കൊടുത്ത കേസിലൂടെ മാത്രമാണ് വെളിപ്പെടുത്തുന്നത് എന്ന് ഓർക്കുമ്പോൾ ഈ പാർട്ടി ഇനിയും എത്രമാത്രം രഹസ്യങ്ങൾ അതിൻ്റെ ഇരുമ്പ് മറയ്ക്കുള്ളിൽ സൂക്ഷിക്കുന്നു എന്നൊരു ഞെട്ടൽ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്നുണ്ട്. ഏതായാലും സർ പറഞ്ഞതുപോലെ വളരെയധികം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും രഹസ്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ നടപടി എന്തായിരിക്കും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളെ നമുക്കറിയാം. ഒരുപക്ഷെ നടപടി എടുക്കില്ലായിരിക്കും. എപ്പോഴത്തെ പോലെ പാർട്ടി സ്വീകരിക്കുന്ന ഞാനൊരു കാര്യം, മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയും, അതേ ഉള്ളൂ. അതിനപ്പുറമൊന്നും ഉണ്ടാവില്ല. അതെ, പാർട്ടി ഇപ്പോഴും ഒരു മൗനത്തിലായിരിക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പാർട്ടിക്ക് നേരെ വരുമ്പോൾ. ഏതായാലും ഷർഷാദിന്റെ തീരുമാനങ്ങളുമായി അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് ഷർഷാദ് പോകുന്നതിനനുസരിച്ചിരിക്കും ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് ആരോപണം സത്യമാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ. എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നീണ്ടുപോവുകയാണെങ്കിൽ വരും മാസങ്ങളിൽ അതറിയാൻ സാധിക്കും. ഏതായാലും CPM വളരെയധികം പ്രതിരോധത്തിലാണ്. തീർച്ചയായിട്ടും സാഗരത്തിലാണ്. ശുചിത്വ സാഗരം എന്ന് പറയുന്ന അവരുടെ പദ്ധതി ഒരു അഴുക്കുചാൽ ആയിട്ട് മാറിയിരിക്കുകയാണ്. സെസ്പൂൾ എന്ന് പറഞ്ഞാൽ അഴുക്കുചാൽ, ഒരു അഴുക്ക് കിണറായിട്ട് ആ പാർട്ടിയുടെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വെളിവാകുന്ന, ഈ കത്തിലൂടെ വെളിപാടാകുന്ന. അതിന് തൃപ്തികരമായിട്ടുള്ള ഉത്തരവും കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്കെത്താവുന്ന നിഗമനം.